Hi friends, welcome to Pradap G Tech. Moto One Vision എന്നൊരു ഫോൺ മോട്ടോ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സ്വല്പം വ്യത്യസ്തമായ ഒരു ഫോൺ തന്നെയാണ്. കാരണം ഇതിന്റെ ആസ്പെക്ട് റേഷ്യോ ആണ് പ്രധാന ഘടകം. 21:9 എന്ന് പറയുന്ന ഒരു പുതിയ ആസ്പെക്ട് റേഷ്യോയിലാണ് ഇവർ ഈ ഫോൺ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ഡിസ്പ്ലേ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പുതിയൊരു ആസ്പെക്ട് റേഷ്യോ എന്ന് പറയാൻ പറ്റില്ല. മുൻപ് സോണിയുടെ ഫോണുകളൊക്കെ നമ്മൾ ഈ ഒരു ആസ്പെക്ട് റേഷ്യോ കണ്ടിട്ടുണ്ട്. എങ്കിലും ഈ ഒരു മോട്ടോയുടെ ഫോണുകളിൽ പ്രത്യേകിച്ചും ഈ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ആസ്പെക്ട് റേഷ്യോയിൽ ഇവർ ഈ ഒരു ഫോൺ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. നമ്മുടെ സിനിമ സാധാരണ നമ്മുടെ തിയേറ്ററുകളിൽ നോർമലായിട്ടുള്ള നമ്മുടെ തിയേറ്ററുകൾ കാണുന്നത് 21:9 എന്ന് പറയുന്ന ഒരു മൂവിയുടെ ഒരു ആസ്പെക്ട് റേഷ്യോയിലാണ്. ഇത്തിരി നീളം കൂടിയ സീനായിരിക്കും അത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സാധാരണ ഒരു ഫോൺ എടുത്തിട്ട് ഒരു സിനിമയുടെ റീസെൻ്റ് ആയിട്ട് ഒന്നുള്ള അല്ലെങ്കിൽ ഒരു ട്രെയിലർ ഒന്ന് കാണാം. ജസ്റ്റ് അതിൻ്റെ ഫുൾ സ്ക്രീനിൽ ഒന്ന് കാണാൻ ശ്രമിക്കുമ്പോൾ അതിന് മുകളിലും താഴെയും ഒരു ബ്ലാക്ക് ബോർഡർ വരും. കാരണം നമ്മുടെ ഫോൺ ആ ഒരു സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന ആസ്പെക്ട് റേഷ്യോയിൽ അല്ലാത്തത് കൊണ്ടാണ് ആ ബോർഡർ വരുന്നത്. നമ്മൾ ആ ബോർഡറിലേക്ക് സൂം ചെയ്ത് ഫിറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ വീഡിയോയുടെ രണ്ട് സൈഡുകളും കട്ടായി പോവുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതേസമയം നമ്മുടെ ഫോൺ അതേ ആസ്പെക്ട് റേഷ്യോയിലാണെങ്കിൽ 21:9 എന്ന് പറയുന്ന ആ ആസ്പെക്ട് റേഷ്യോയിലാണെങ്കിൽ നമുക്ക് ഈ സൈഡൊന്നും കട്ടാവാതെ അല്ലെങ്കിൽ ബ്ലാക്ക് ബോർഡർ ഒന്നും വരാതെ ഫുൾ സ്ക്രീനിൽ നമുക്ക് സിനിമ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു തിയേറ്ററിൻ്റെ നമ്മുടെ സാധാരണ IMAX തിയേറ്ററുകളല്ല, സാധാരണ IMAX അല്ലാത്ത നോർമലായിട്ടുള്ള നമ്മുടെ എല്ലാ തിയേറ്ററുകളിലും ആ പറയുന്ന 21:9 ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും സിനിമ കാണുക. അപ്പോൾ ആ ഒരു സിനിമാറ്റിക് വിഷനാണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ ഒരു ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വ്യത്യസ്തമായ ഒരു ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. അതാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. 6.3 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ തന്നെയാണ്. LCD ഡിസ്പ്ലേ ആണ്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ, സാംസങ്ങിൻ്റെ ഇൻഫിനിറ്റി ഓ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ M40 നമ്മൾ കണ്ട അതേ ഒരു സംഭവം പഞ്ച് ഹോൾ ഡിസ്പ്ലേ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. അതുപോലെ തന്നെ റിയർ സൈഡിലും ഫ്രണ്ട് സൈഡിലും ഗ്ലാസ് ആണ്. ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും ഉണ്ട്. അത് വെർഷൻ ഏതാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. 3 ആവാനേ വഴിയുള്ള കാരണം പേരൊന്നും പറഞ്ഞിട്ടില്ല. 5 or 6 ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് ഒരു പേര് പറഞ്ഞേനെ. ഇപ്പോൾ 3 ആണെന്ന് വിചാരിക്കാം. എന്തായാലും രണ്ട് സൈഡിലും ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ സ്വല്പം പ്രൊട്ടക്ഷൻ കൂടുതലാണ്. വാട്ടർ റെസിസ്റ്റൻ്റ് എന്നൊക്കെ പറയാം. ആ തരത്തിലൊരു IP52 ഒരു സ്പ്ലാഷ് പ്രൂഫ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. വലിയ വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല. വെള്ളമൊക്കെ തെറിച്ചാലും ഉള്ളിലേക്ക് വെള്ളം കയറാത്ത തരത്തിൽ ചെറുതായിട്ടുള്ള ഒരു ഫോഴ്സ് ഒക്കെ താങ്ങുന്ന തരത്തിലുള്ള ഒരു വാട്ടർ റെസിസ്റ്റൻ്റ് സംവിധാനമൊക്കെ ഇതിനകത്തുണ്ട്. മൊത്തത്തിൽ നല്ലൊരു ഡിസ്പ്ലേ, ഒരു വ്യത്യസ്തമായ ഒരു 21:9 ആസ്പെക്ട് റേഷ്യോയിലുള്ള ഡിസ്പ്ലേയുമായിട്ട് തിരക്കില്ലാത്ത നല്ലൊരു ഡിസൈനിലാണ് ഇത്തവണ മോട്ടോ One Vision എന്ന ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഇതിൻ്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 9609, അതായത് Exynos 9609 എന്ന് പറയുന്ന സാംസങ്ങിൻ്റെ പ്രോസറാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. സാംസങ്ങിൻ്റെ A50 നമ്മൾ 9610 കണ്ടിരുന്നു. തരക്കേടില്ലാത്ത നല്ലൊരു പെർഫോമൻസ് ആ ഒരു ഫോൺ തരുന്നുണ്ട്. അതേ പ്രോസർ, അതേ ഒരു പെർഫോമൻസ് തരാൻ കഴിവുള്ള ഒരു പ്രോസർ തന്നെയാണ് ഈ 609. അപ്പോൾ അതിൻ്റെ തുല്യമായൊരു പെർഫോമൻസ്, അത്യാവശ്യം PUBG കളിക്കാൻ പറ്റുന്ന നല്ല പെർഫോമൻസ് ഉള്ള ഒരു പ്രോസറാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. 2.2 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ്. ഇതിനകത്ത് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടൊന്നും വരുന്നില്ല. 2 സിം അല്ലെങ്കിൽ ഒരു സിമ്മും മെമ്മറി കാർഡും, മൂന്നും ഒരേ സമയത്ത് ഇടാൻ പറ്റില്ല. അതേപോലെ Android 9 ലോഞ്ച് ചെയ്യുന്നത്. Android 1 പ്രോഗ്രാമിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടും. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പെർഫോമൻസ്. ഹൈബ്രിഡ് സിം സ്ലോട്ട് എന്നൊരു കാര്യം മാറ്റി വെച്ചാൽ ബാക്കി എല്ലാം കൊണ്ടും നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 48 MP മെയിൻ ക്യാമറ, ഒരു ഡെപ്ത് സെൻസർ, അങ്ങനെ ഡുവൽ ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ. ഫ്രണ്ട് സൈഡിൽ പഞ്ച് ഹോളിനകത്ത് നമുക്ക് 25 MP സെൽഫി ക്യാമറയും കിട്ടുന്നുണ്ട്. ക്യാമറയിൽ നമുക്ക് 4K ഉണ്ട്, 30 frames/second, ഫുൾ HD, 60 frames/second, സ്ലോ മോഷൻ, എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട്. കൂട്ടത്തിൽ ഈ പ്രൈസ് റേഞ്ചിൽ പൊതുവെ കണ്ടുവരാത്ത ആ ഒരു ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇതിൻ്റെ ക്യാമറയിൽ വരുന്നുണ്ട്. അപ്പോൾ മികച്ച ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. കൂട്ടത്തിൽ ഇതിൻ്റെ മെയിൻ ക്യാമറ 48 MP, സാംസങ്ങിൻ്റെ GM1 സെൻസറാണ്. സോണിയുടെ IMX586 അല്ല. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. പക്ഷേങ്കിലും ക്വാളിറ്റി ഒന്നും വലിയ കുറവൊന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള സെൻസർ തന്നെയാണ്. ഫ്രണ്ടിലുള്ള 25 MP പിക്സൽ ബെൻഡിങ് ഉപയോഗിച്ചുകൊണ്ട് ലോ ലൈറ്റിലൊക്കെ ബെറ്റർ ആയ ഒരു 6 MP ഇമേജ് നമുക്ക് കിട്ടും. അതായത് നല്ലൊരു ലൈറ്റൊക്കെ അബ്സോർബ് ചെയ്ത് നല്ലൊരു പെർഫോമൻസ് തരാൻ കഴിയുന്ന സെൽഫി ക്യാമറയാണുള്ളത്. ലോ ലൈറ്റിലേക്ക് വരുമ്പോൾ പിക്സൽ ബെൻഡിങ്ങിലൂടെ അത് 6 MP ആയിട്ട് മാറും. റിയർ സൈഡിലെ 48 MP നമുക്കറിയാം. അത് നോർമലായിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ 12 MP നല്ല ഇമേജുകൾ തന്നെയാണ് തരിക. അപ്പോൾ ഇത്തരത്തിലായിരിക്കും നമ്മൾ ഈ ഒരു ലോ ലൈറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ 12ഉം 6ഉമായിട്ട് ഈ ക്യാമറകൾ മാറും. നോർമലായിട്ടുള്ള സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് 48 ഇമേജുകൾ എടുക്കാം. അതേപോലെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് 25 MP സെൽഫിയും എടുക്കാം. മൊത്തത്തിൽ നല്ലൊരു ക്യാമറ സെറ്റപ്പാണ്. പിന്നെ ക്യാമറയുടെ കാര്യമാണ്, അത് റിവ്യൂസൊക്കെ നോക്കി തന്നെ മനസ്സിലാക്കണം. ക്യാമറ റിവ്യൂ, ഡെഡിക്കേറ്റഡ് ക്യാമറ റിവ്യൂ നോക്കി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് മാത്രം ക്യാമറയുടെ കാര്യം നിശ്ചയിക്കുക. ഞാനിത് ഓൺ പേപ്പറുള്ള സ്പെസിഫിക്കേഷൻ നോക്കിക്കൊണ്ടാണ് ഏറെക്കുറെ തിരക്കേടില്ലാത്തൊരു സെറ്റപ്പാണെന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാറ്ററിയുടെ കാര്യം നോക്കാം. 3500 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. 15 വാട്ട് ടർബോ ചാർജറും ഇതിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. അപ്പോൾ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെയുള്ള 3500 mAh ബാറ്ററിയാണ് ഇതിൻ്റെ ഒപ്പം വരുന്നത്.
അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ്. കൂട്ടത്തിൽ ഡോൾബി പോലുള്ള സൗണ്ട് ടെക്നോളജി ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ബെറ്റർ ആയ ഒരു സൗണ്ട് കിട്ടും. പക്ഷേ സ്റ്റീരിയോ ഒന്നുമില്ല, നമുക്ക് സാധാരണ ബോട്ടം സ്പീക്കർ മാത്രമേ ഉള്ളൂ. ഹെഡ്ഫോൺ ജാക്കൊക്കെ ഉണ്ട്. ഹെഡ്ഫോൺ ജാക്ക് ഒന്ന് റിമൂവ് ചെയ്തിട്ടില്ല. ടൈപ്പ് സി പോർട്ട് ഉണ്ട്. അങ്ങനെ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഫോണുകൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടുവരുന്ന എല്ലാതരം സംവിധാനങ്ങളും ഉണ്ട്. നല്ലൊരു ഫോണാണ്. അപ്പോൾ എന്തായാലും തരക്കേടില്ലാത്തൊരു ഫോൺ തന്നെയാണെന്നാണ് നമുക്ക് കണ്ടതിൽ നിന്ന് മനസ്സിലാവുന്നത്. വാങ്ങിക്കാൻ പോകുമ്പോൾ 1-2 കാര്യങ്ങൾ മനസ്സിലൊന്ന് വെച്ചേക്കുക. സംഗതി ഇതാണ്, ഹൈബ്രിഡ് സിം സ്ലോട്ടേ ഉള്ളൂ. ട്രിപ്പിൾ കാർഡ്, 2 സിമ്മും മെമ്മറി കാർഡ് ഇടാൻ പറ്റില്ല എന്നുള്ളത് ഓർക്കാം. 21:9 എന്ന് പറയുമ്പോൾ കുറച്ച് നീളം കൂടിയ ഫോണായിരിക്കും. ഇപ്പോഴത്തെ ഫോണുകൾക്ക് പൊതുവേ 19.5:9 ആസ്പെക്ട് റേഷ്യോയിൽ വരുന്ന ഫോണുകൾ ഓൾറെഡി ഇത്തിരി നീളം കൂടുതലാണ്. ഇതിനേക്കാൾ കുറെ കൂടി നീളം കൂടുതലായിരിക്കും ഈ ഫോണെന്ന് അറിഞ്ഞുകൊണ്ട് എടുക്കുക. പിന്നെ ബാറ്ററി 3500 mAh ഉള്ളൂ. കൂടാതെ ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട്, 20,000 രൂപയ്ക്ക് നമുക്ക് Galaxy A50 ഒക്കെ കിട്ടിയ പോലെ 4GB RAM ആണ് കിട്ടുക എന്നുള്ള കാര്യം കൂടിയും പരിഗണിച്ചുകൊണ്ട് എടുക്കാവുന്ന തരക്കേടില്ലാത്തൊരു നല്ല ഫോണാണ്. അപ്പോൾ ക്യാമറ റിവ്യൂസ് ഒക്കെ പ്രത്യേകം നോക്കിയതിന് ശേഷം ഫോൺ പരിഗണിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടി മറക്കാതെ എനേബിൾ ചെയ്ത് വെച്ചേക്കണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ടൈം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ തന്നെ വീഡിയോ കാണാൻ സാധിക്കുള്ളൂ. വീണ്ടും മറ്റൊരു ടെക് വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.